എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 72 മേളകർത്ത രാഗപട്ടികയിലെ 12 ചക്രങ്ങളിലെ രണ്ടാമത്തെ ചക്രമായ നേത്ര എന്ന ചക്രത്തിലെ 6 രാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കുറച്ച് മുന്നേയുള്ള 1-2 എപ്പിസോഡുകളിലായിട്ട് 72 മേളകർത്ത രാഗങ്ങൾ രാഗപട്ടിക 12 ചക്രങ്ങളിലായിട്ട് രാഗങ്ങളെ തിരിച്ചിരിക്കുന്നു. 6 രാഗങ്ങൾ വീതമുള്ള 12 ചക്രങ്ങൾ എന്ന നിലയിൽ ഈ 12 ചക്രങ്ങളുടെ പേരുകൾ, ആ പേരുകൾ ഉണ്ടായത് എങ്ങനെയെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 1-2 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒന്നാമത്തെ ചക്രമായ ഇന്ദുവിലെ 6 രാഗങ്ങളും നമ്മൾ പരിചയപ്പെട്ടിരുന്നു. കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, മാനവതി, താനുരൂപി. ഇന്ന് രണ്ടാമത്തെ ചക്രമായ നേത്ര എന്ന ചക്രത്തിലെ 6 രാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മുന്നേയുള്ള 2 എപ്പിസോഡുകൾ കാണാത്തവർ കാണുക. അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മാത്രമേ കുറച്ചുകൂടി മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണിത്. ആ 2 എപ്പിസോഡുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ രണ്ടാമത്തെ ചക്രമായ നേത്രയിലെ രാഗങ്ങൾ സേനാവതി, ഹനുമത്തോടി, ധേനുക, നാടകപ്രിയ, കോകിലപ്രിയ, രൂപവതി എന്നിവയാണ്. അപ്പം സ്വരങ്ങളുടെ മാറ്റങ്ങൾ, രാഗങ്ങൾ തോറുമുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷഡ്ജ പഞ്ചമങ്ങൾക്ക് മാറ്റമില്ല. അചലസ്വരങ്ങളാണ് ഷഡ്ജ പഞ്ചമങ്ങൾ. കൂടാതെ മധ്യമത്തിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ പൂർവമേളങ്ങൾ, അതായത് 1 മുതൽ 36 വരെയുള്ള പൂർവമേളങ്ങളിൽ ശുദ്ധമധ്യമവും 37 മുതൽ 72 വരെയുള്ള ഉത്തരമേളങ്ങൾക്ക് പ്രതിമധ്യമവുമാണ്. കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് കൂടാതെ ഋഷഭ ഗാന്ധാരങ്ങൾക്കും ധൈവത നിഷാദങ്ങൾക്കുമാണ് മാറ്റങ്ങൾ വരുന്നത് രാഗങ്ങൾ തോറും. ഇതിലെ ഋഷഭവും ഗാന്ധാരവും ചക്രങ്ങൾ തോറുമാണ് മാറുന്നത്. അതായത് ഒരു ചക്രത്തിലെ 6 രാഗങ്ങൾക്കും ഒരേ ഋഷഭ ഗാന്ധാരങ്ങളായിരിക്കും. അപ്പോൾ ഓരോ ചക്രം പോകുന്തോറും ഋഷഭ ഗാന്ധാരങ്ങൾ ചക്രങ്ങൾ തോറും മാറുന്നു. പക്ഷേ ധൈവത നിഷാദങ്ങൾ രാഗങ്ങൾ തോറും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ചക്രത്തിലെ തന്നെ എല്ലാ ധൈവത നിഷാദങ്ങളും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഋഷഭ ഗാന്ധാരങ്ങൾ ഒരു ചക്രത്തിലെ എല്ലാ രാഗങ്ങൾക്കും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം നോക്കിയ ഇന്ദു എന്ന ചക്രത്തിലെ കനകാംഗി, രത്നാംഗി ആ രാഗങ്ങൾക്ക് ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം എന്നിങ്ങനെയായിരുന്നു. രണ്ടാമത്തെ ചക്രമായ നേത്രയിൽ വരുന്നത് നേത്രയിലെ എല്ലാ രാഗങ്ങൾക്കും 6 രാഗങ്ങൾക്കും ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം ആണ്. ധൈവത നിഷാദങ്ങൾ ഓരോ രാഗത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. നേത്ര ചക്രത്തിലെ ആദ്യത്തെ രാഗം സേനാവതി. സരി ഗ മ പദ നി സ സാ നി ധ പ മ ഗ രി സ. ഷഡ്ജം ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം ശുദ്ധ ധൈവതം, ശുദ്ധ നിഷാദം എന്നിവയാണ് സേനാവതി രാഗത്തിൻ്റെ സ്വരങ്ങൾ വരുന്നത്. ഒന്നുകൂടി നമുക്ക് പാടി നോക്കാം. സരി ഗ മ പദ നി സ സാ നി ധ പ മ ഗ രി സ. ഇതാണ് സേനാവതി എന്ന രാഗം. അടുത്ത രാഗം ഹനുമത്തോടി. തോടി എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള രാഗമായിരിക്കും. ഒരുപാട് കോമ്പോസിഷൻസ് തോടി രാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സരി ഗ മ പദ നി സ സാ നി ധ പ മ ഗ രി സ. ഇതാണ് തോടി രാഗം.
ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത് ഷഡ്ജവും പഞ്ചമവും കൂടാതെ ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം എന്നിവയാണ്. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. അടുത്തത് ധേനുക. ധേനുക എന്ന് പറയുന്ന രാഗമാണ് വരുന്നത്. ഇത് 9ാമത്തെ രാഗം. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഋഷഭ ഗാന്ധാരങ്ങൾക്ക് ഈ ചക്രത്തിലെ എല്ലാ രാഗങ്ങൾക്കും ഒരേപോലെ തന്നെയാണ് ഋഷഭഗാന്ധാരങ്ങൾ വരുന്നത്. അപ്പം ഋഷഭം, ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകളി നിഷാദം എന്നിവയാണ് ധേനുകയ്ക്ക് വരുന്ന സ്വരങ്ങൾ. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. അടുത്തത് നാടകപ്രിയ. നാടകപ്രിയ എന്ന് പറയുന്നത് 10ാമത്തെ രാഗം. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരിഗമ പഞ്ചമ വരെ മുന്നത്തെ രാഗത്തെ പോലെ തന്നെ വരും. അതായത് ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. അടുത്ത രാഗം വരുന്നത് 11ാമത്തെ രാഗം കോകിലപ്രിയ. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഷഡ്ജം ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയാണ് കോകിലപ്രിയയുടെ സ്വരങ്ങൾ വരുന്നത്. ഒന്നുകൂടി പാടി നോക്കാം. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. അടുത്തത് നേത്ര ചക്രത്തിലെ അവസാനത്തെ രാഗമായ രൂപവതി. സരി ഗ മ പ ധ നി സ. അവിടെ ഷഡ്ശ്രുതി ദൈവതമാണ് വരുന്നത്. ഷഡ്ശ്രുതി ദൈവതം, കാകളി നിഷാദം, ഷഡ്ശ്രുതി ദൈവതം വരും. അപ്പം ഷഡ്ജം ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയാണ് രൂപവതിയുടെ സ്വരങ്ങൾ വരുന്നത്. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഇതാണ് 72 മേളകർത്ത രാഗ പട്ടികയിലെ 2ാമത്തെ ചക്രമായ നേത്രയിലെ രാഗങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി മറ്റു എപ്പിസോഡുകളിലായിട്ട് നോക്കാം. കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ഇൻഫോർമേഷൻസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. ഇത് താല്പര്യമുള്ളവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.